പോയാൽ കേന്ദ്രമന്ത്രി സ്ഥാനം ജോർജ് കുര്യൻ രാജിവെച്ചിട്ടുണ്ട്. രാജ്യസഭാ കാലാവധി പൂർത്തിയായതിനു പിന്നാലെയാണ് രാജി. ജോർജ് കുര്യനെ രാജ്യസഭയിലേക്ക് വീണ്ടും പരിഗണിച്ചിരുന്നില്ല. രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. ജോർജ് കുര്യൻ സംഘടനാ ചുമതലയിലേക്ക് മടങ്ങും എന്നാണ് ലഭ്യമാകുന്ന സൂചന. ശരത്ലാൽ ചേരുന്നു. കാലാവധി കഴിഞ്ഞു, അതുകൊണ്ട് ജോർജ് കുര്യൻ രാജിവെച്ചു. അത് അംഗീകരിക്കുകയും ചെയ്തു. ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലോ ദേശീയ രാഷ്ട്രീയത്തിലോ ഇവിടെ സജീവമാകും എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ശ്യാംലി, ജോർജ് കുര്യൻ ഒരു മലയാളിയെ മന്ത്രി കൂടി പടിയിറങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ജോർജ് കുര്യന് മുമ്പേ ഇതേ രീതിയിൽ തന്നെയാണ് അൽഫോൺസ് കണ്ണന്താനം അതേപോലെ പകുതി വെച്ചിട്ട്, അല്ലെങ്കിൽ അൽഫോൺസ് കണ്ണന്താനവും പകുതി വെച്ചിട്ട് അത് 2.5 വർഷം കഴിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം സഹമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നു. ഇപ്പോൾ ഇതാ ജോർജ് കുര്യനും അതേ വഴിയിൽ തന്നെയാണ്. ജോർജ് കുര്യൻ്റെ രാജി പ്രധാനമന്ത്രിയുടെ ശുപാർശ അനുസരിച്ച് രാഷ്ട്രപതി അംഗീകരിച്ചിരിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകാനാണ് ജോർജ് കുര്യന് താല്പര്യം. ജോർജിൻ്റെ വസ്തുക്കൾ ജോർജ് കുര്യനും അതേപോലെ തന്നെ ജോർജ് കുര്യൻ്റെ ഫാമിലിയും കുടുംബാംഗങ്ങളും ഇപ്പോൾ ഉണ്ട്. ജോർജുവിൻ്റെ വസതിയിൽ നമുക്ക് കാണാം. ജോർജിൻ്റെ വസതി ഇപ്പോൾ ആ വസതിയിൽ ഇപ്പോൾ ഔദ്യോഗികപരമായിട്ടുള്ള അല്ലെങ്കിൽ പോലീസോ അത്തരമുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഇപ്പോൾ തന്നെ വളരെ കുറവാണ്. നേരത്തെ തന്നെ രാജ്യസഭാ അംഗത്വം മധ്യപ്രദേശിൽ നിന്ന് നീട്ടി നൽകാത്തതിൻ്റെ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം രാജി ഉറപ്പായിരുന്നു. ഈ സാഹചര്യത്തിന് അദ്ദേഹം നൽകിയ രാജി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതി അംഗീകരിച്ചിരിക്കുന്നത്. ഇനി കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ രാജ്യസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ തന്നെ ജോർജ് കുര്യൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ജോർജ് കുര്യൻ കേരളത്തിലെ മന്ത്രി എന്ന നിലക്ക്, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രി എന്ന നിലക്ക് ജനങ്ങളുമായിട്ട് കൂടുതൽ ജനങ്ങളുമായിട്ട് സംവദിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ജോർജ് കുര്യൻ. ഏതായാലും ജോർജ് കുര്യൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി നമുക്ക് എന്താണ് കേരളത്തിൽ വെച്ച് കാണേണ്ടി വരും. ദേശീയ തലത്തിൽ ജോർജ് കുര്യന് ഏതെങ്കിലും ഒരു സ്ഥാനം ലഭിക്കുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ശ്യാമിലി.